റമളാനു ഷരീഫ് നമ്മൾ പറഞ്ഞു. റമളാൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? കരിച്ചു കളയുക എന്നാണ്. പാപങ്ങൾ, എത്രയെത്ര പാപങ്ങൾ. മനുഷ്യരാണ് നമ്മൾ. പാപങ്ങൾ ചെയ്യാത്തവരായി ഒരാളുമില്ല. ഉസ്താദേ, ഞാനൊരു പാപം ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ധാരാളം പാപങ്ങൾ ചെയ്തു കൂട്ടിയവരാണ് നമ്മൾ. ഈ പാപങ്ങൾ അഥവാ കഴിഞ്ഞ 11 മാസക്കാലം അഴുക്ക് ചാലുകളിലൂടെ സഞ്ചരിച്ചു വന്ന ഒരു വാഹനമാണ് നമ്മളാകുന്ന ഈ ശരീരം. ഒരുപാട് അഴുക്ക് ചാലുകൾ താണ്ടിയാണ് നമ്മൾ ഈ റമളാനിൽ എത്തി നിൽക്കുന്നത്. ആ റമളാനിൽ നമ്മുടെ ഈ വാഹനമാകുന്ന ശരീരം ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കേറ്റുകയാണ്. അകവും പുറവും ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് വേണ്ടി വിധേയമാക്കുകയാണ്. എല്ലാ ന്യൂനതകളും പരിഹരിച്ച് എല്ലാ അഴുക്കുകളും കഴുകി വൃത്തിയാക്കി നല്ല ഒരു സർവീസിന് നമ്മുടെ ശരീരമാകുന്ന വാഹനത്തെ റമളാനാകുന്ന സർവീസ് സ്റ്റേഷനിലേക്ക് കയറ്റുകയാണ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവർ നന്നായി ആലോചിക്കണം. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നു. കരിച്ചു കളയുകയാണ്. ഒരു സംഗതി കരിച്ച് ചാമ്പലാക്കി കളഞ്ഞാൽ പിന്നെ അതില്ല, അല്ലേ? അങ്ങനല്ലേ? ഒരു പേപ്പർ നമ്മൾ ആ പേപ്പർ എടുത്ത് കരിച്ച് ചാമ്പലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ചാമ്പലിൽ നിന്ന് ഈ പേപ്പറിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ലല്ലോ. ഇതേപോലെ പാപങ്ങൾ അല്ലാഹു തആല കരിച്ച് കളയുകയാണ്. അതാണ് പരിശുദ്ധമായ റമളാൻ ശരീഫിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ റമളാൻ റബ്ബുമായിട്ട്, അല്ലാഹുവുമായിട്ട് ഒരു അടിമ നടത്തുന്ന ഒരു രഹസ്യ ബന്ധമാണ് പരിശുദ്ധമായ റമളാനിലെ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിന്റെ മഹത്വം തന്നെ ആ ഒരൊറ്റ കാര്യം തന്നെ നമുക്ക് മതി. നോമ്പിന്റെ മഹത്വം ആ ഒരൊറ്റ കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ, അല്ലാഹു തആല തഴവ ഉസ്താദിന്റെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ദർജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനുഭാവന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ മഹത്തായ റമളാൻ മാസത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വസ്സൗമു ലീ എന്നാണ് റബ്ബ് പറഞ്ഞത്, അതു തന്നെ മതി മതി എന്തു ശ്രേഷ്ഠതയാണത്. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? വസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അല്ലാഹു തആല നിസ്കാരം എനിക്കുള്ളതാണെന്ന് പറഞ്ഞില്ല, ഹജ്ജ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞില്ല, മറ്റുള്ള ഇബാദത്തുകളൊന്നും എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞില്ല. നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞെന്താണ്? വസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. എല്ലാ അമലുകൾക്കും പ്രതിഫലം നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്നാൽ വസ്സൗമു ലീ എന്ന ആ വാചകത്തിന്റെ അർത്ഥം മുഹദ്ദിസീങ്ങൾ അതേ വിശദീകരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് തന്നെ കാണാം നമുക്ക്, വസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. വിശുദ്ധ റമളാൻ മാസത്തിൽ നിങ്ങൾ പിടിക്കുന്ന നോമ്പ് അത് വളരെ സൂക്ഷ്മതയോടുകൂടി പിടിക്കണേ. കാരണം ആ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം എന്താണ്? ഞാൻ എന്നെയാണ് നോമ്പ് പിടിക്കുന്നവർക്ക് പ്രതിഫലമായി നൽകുന്നത്. സയ്യിദുൽ വജൂദ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പ്രതിഫലമുണ്ട്, സക്കാത്തിന് പ്രതിഫലമുണ്ട്, ഹജ്ജ് ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, സ്വതക്കകൾ ചെയ്യുന്നതിന് പ്രതിഫലമുണ്ട്, ഒരു പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്, എല്ലാ അമലുകൾക്കും പ്രതിഫലമുണ്ട്. എന്നാൽ നോമ്പിന് മാത്രമുള്ള പ്രതിഫലം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെയാണ്
പ്രതിഫലമായി നൽകുന്നത്. സുബ്ഹാനല്ലാഹ്, റബ്ബിനെയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് പറയാനുള്ള കാരണം, നോമ്പ് പിടിക്കുന്ന ഒരാൾക്ക് അല്ലാഹു കൊടുക്കുന്ന വണ്ണമേറിയ പ്രതിഫലം അതിനപ്പുറത്ത് വേറെയൊരു പ്രതിഫലമില്ല, അതിനേക്കാൾ വലിയൊരു പ്രതിഫലമില്ല, മറ്റൊരു അമലിനും കിട്ടാത്ത പ്രതിഫലമാണ് അല്ലാഹുവിനെ തന്നെ അവന് സമ്മാനിക്കുന്നു. അഥവാ റബ്ബിനെ കാണാനുള്ള ഏറ്റവും വലിയ ചാൻസ് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ വലിയ ഒരു പ്രതിഫലം പിന്നെ ഏതാണ്? ഇന്നേക്ക് വരെ നമ്മൾ കണ്ടിട്ടില്ല. ജനിച്ചതു മുതൽ നമ്മൾ കേട്ടിരിക്കുന്നു. ആ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. ആ റബ്ബിന്റെ സിഫാത്തുകൾ പഠിച്ചിരിക്കുന്നു. ആ റബ്ബിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സൃഷ്ടാവായ റബ്ബിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുന്നു. ആ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നു. പക്ഷെ ആ റബ്ബിനെ നമ്മൾ കണ്ടിട്ടില്ല. ആ റബ്ബിനെ കാണാൻ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. ആർക്കാണ് ആ ചാൻസ് നൽകുന്നതെന്നറിയോ? പരിശുദ്ധമായ റമളാനു ശരീഫില് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആലയെ പ്രതിഫലമായി റബ്ബ് തആല നൽകുന്നു. സുബ്ഹാനല്ലാഹ്, അതല്ലേ ഏറ്റവും വലിയ പ്രതിഫലം. അതിനേക്കാൾ വലിയ ഒരു പ്രതിഫലം വേറെ ഏതാണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. റമളാൻ മാസത്തിൽ നമ്മൾ പിടിക്കുന്ന നോമ്പിന് അല്ലാഹു തആല നമ്മൾക്ക് പ്രതിഫലമായി നൽകുന്നത് വ അന അജ്സി ബിഹി, എന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുന്നത്. ഖുദ്സിയായ ഹദീസ് പൊന്നാര മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ പ്രതിഫലം ഏതാണ്? ഇതിനേക്കാൾ വലിയ ഒരു പ്രതിഫലം ഏതാണ് എന്റെ പ്രിയപ്പെട്ടവരെ? റബ്ബിനെ കാണുക എന്നത്. മുൻഗാമികൾ ഇബാദത്ത് ചെയ്ത് പാതിരാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തത് എല്ലാം റബ്ബിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടല്ലേ? ഉമ്മമാരെ, നാളെ ഉമ്മമാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന ആ സ്വർഗത്തിലെ തരുണീ മണികളിൽപ്പെട്ട മഹദി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ റബ്ബിനോട് ചോദിച്ചത്, പടച്ച റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി ഈ പാതിരാ സമയത്ത് ഉറക്കം മാറ്റിവെച്ചുകൊണ്ട് അത് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നത്, ഈ നിസ്കരിക്കുന്നത്, പകല് മുഴുവനും ഞാൻ നോമ്പെടുക്കുന്നത് റബ്ബേ നിന്റെ സ്വർഗം മോഹിച്ചിട്ടല്ല. എന്തിനു വേണ്ടിയിട്ടല്ല? സ്വർഗം മോഹിച്ചിട്ടല്ല, നരകത്തെ പേടിച്ചിട്ടുമല്ല. എനിക്ക് നിന്റെ നരകത്തെ ഭയമില്ല. പടച്ച റബ്ബേ, നിന്റെ സ്വർഗത്തിൽ കിടക്കണം എന്ന മോഹമില്ല. എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമാ. പടച്ച റബ്ബേ, ഞാൻ ഈ നിസ്കരിക്കുന്നതും നോമ്പെടുക്കുന്നതും ഈ സുജൂദ് ചെയ്യുന്നത് മുഴുവനും അല്ലാഹുവേ റബ്ബേ എന്തിനാണെന്നറിയോ? നിന്നെയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാതെ തന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് ചൊരിഞ്ഞു തന്ന റബ്ബല്ലയോ? എനിക്ക് കാണാൻ കണ്ണ് തന്നില്ലയോ? എനിക്ക് സംസാരിക്കാൻ നാവ് തന്നില്ലയോ? കേൾക്കാൻ എനിക്ക് കാത് തന്നില്ലയോ? വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഈ ദുനിയാവിൽ എനിക്ക് ചെയ്തു തന്ന സർവാധിപതിയായ പടച്ച റബ്ബേ, എനിക്ക് നിന്നെയൊന്ന് കാണണം അല്ലാഹ്. നിന്നെ
നിന്നെയൊന്ന് കാണണം റബ്ബേ. അതിനു വേണ്ടിയിട്ടാ ഞാൻ ഈ രാത്രിയിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് നിസ്കരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഉറക്കങ്ങൾ മാറ്റിവെച്ചത്, എന്റെ ദുനിയാവിന്റെ സുഖങ്ങൾ സർവ്വതും ത്യജിച്ചത് റബ്ബേ. നിന്നെയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് റബ്ബേ, നിന്നെയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് റബ്ബേ. റബീഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുവെങ്കിൽ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സുഫിയാൻ സൗരിയെ പോലെ റാബിഅത്തുൽ അദവിയ്യയെ പോലെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല, ഒരിക്കലും കഴിയുകയില്ല. അവരെ പോലെ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുകയില്ല. എങ്കിലും നമുക്കൊരു ചാൻസ് റബ്ബ് തരുന്നുണ്ട്. പരിശുദ്ധ റമളാൻ ശരീഫ് അതേ കടന്നു വരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പ് പോലും വിട്ടുകളയാതെ ആ പരിശുദ്ധ റമളാൻ ശരീഫിന്റെ രാത്രിയെയോ ആ പരിശുദ്ധ റമളാനിന്റെ പകലിനെയോ നല്ലതുപോലെ ഒന്ന് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഒന്ന് സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ? എന്നാൽ നമുക്ക് റബ്ബ് നൽകുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിനെ ഒന്ന് കാണാനുള്ള ചാൻസ് തരുന്നു. അല്ലാഹുവേ റബ്ബേ, ഈ റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഞങ്ങളെയൊന്ന് ചേർത്ത് തരണേ അല്ലാ. നീ ഞങ്ങളെയൊന്ന് ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. بحق سيدنا ونبينا മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബ് നൽകുന്ന ഈ ഒരു വലിയ പ്രതിഫലം, ഇതിനേക്കാൾ വലിയ പ്രതിഫലം ഏതാണ്? അല്ലാഹുവേ റബ്ബേ, റമളാൻ കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ പടച്ച റബ്ബേ, നീ ഞങ്ങളെയൊക്കെ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ദുആരക്കണം. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് റബ്ബേ നീ ഞങ്ങളെ എത്തിക്കണേ. റമളാനിലേക്ക് റബ്ബേ നീ ഞങ്ങളെ എത്തിക്കണേ. നന്നായി ദുആരക്കണം. റമളാനിൽ എത്തിയാലല്ലേ നമുക്ക് നോമ്പെടുക്കാൻ കഴിയുള്ളൂ. റമളാനിൽ എത്തിയാലല്ലേ നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ കഴിയുള്ളൂ. റമളാനിൽ എത്തിയാലല്ലേ നമുക്ക് ധാരാളം നന്മകൾ വിശുദ്ധ റമളാനിന്റെ പകലുകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് റബ്ബിനോട് നന്നായി തേടണം റബ്ബേ, ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമളാനിൽ നീ ഞങ്ങളെയൊന്ന് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, റമളാൻ നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ, അനുഭവിക്കാൻ, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പൊന്നാര മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുമ്പോ, എന്താണ് ഖിയാമത്ത് നാൾ വരുമ്പോ, യജീഉ ഖൗമുൻ, ഒരു സംഘം ആളുകൾ. ആ ആളുകൾ അവരുടെ പ്രത്യേകത, ലഹും അജ്നിഹത്തുൻ കഅജ്നിഹത്തി ത്വയ്രി, പക്ഷികളെ പോലെ പറക്കാൻ ചിറകുകളുള്ള ഒരു കൂട്ടം ആളുകൾ വരുന്നതാണ്. ഒന്ന് സങ്കല്പിച്ചു നോക്ക്, പക്ഷികളെ പോലെ പറന്ന് പറന്ന് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വരും. എവിടേക്ക് വരും? ഫയതീറൂന ബിഹാ അലാ ഹൈതാനിൽ ജന്ന, സ്വർഗ്ഗ കവാടത്തിന്റെ അരികിലേക്ക് അവരിങ്ങനെ പാറി പറന്ന് വരുന്നതാണ്. യഖൂലു ലഹുമുൽ ഖാസിനുൽ ജന്ന, ആ സമയത്ത് ഈ പക്ഷികളെ പോലെ ചിറകുകൾ വിരിച്ചുകൊണ്ട് പറന്നു വന്ന ഈ ആളുകളോട് സ്വർഗത്തെ കാക്കുന്ന മാലാക മഹാനായ റിദ്വാൻ അലൈഹിസ്സലാം, ആ റിദ്വാൻ അലൈഹിസ്സലാം ഈ വന്ന ആളുകളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? മൻ അൻതും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു.
ഫയഖൂലൂന അവർ മറുപടി പറയും നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങള് പൊന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ടവരാണ്. സുബ്ഹാനല്ലാഹ്. ഈ മലക്കിനോട് ഈ പറന്നു വന്ന ആളുകൾ അവർ മറുപടി പറയുന്നു. അപ്പോൾ ഈ മലക്കനെ ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഹൽ റഅയ്തുമുൽ ഹിസാബ, ഖിയാമത്ത് നാളായിട്ടേ ഉള്ളൂ, നിങ്ങൾ ഇത്ര നേരത്തെ തന്നെ ഇവിടേക്ക് പറന്നു വന്നല്ലോ. ഹൽ റഅയ്തുമുൽ ഹിസാബ, നിങ്ങൾ ഹിസാബ് കണ്ടില്ലയോ? ഹിസാബ് കണ്ടില്ലയോ? ഹിസാബ് എന്താണ്? വിചാരണയാണ്. എത്ര കാലമാ മഹ്ശറയിൽ നിൽക്കേണ്ടത്? മിഖ്ദാറുഹു 50,000 സന, ഏകദേശം 50,000 വർഷം. എത്രയാ മഹ്ശറയിൽ നിൽക്കുന്ന വർഷം? എത്രയാ? ഏകദേശം 50,000 വർഷം. സുബ്ഹാനല്ലാഹ്. 50,000 വർഷം എന്ന് പറയുമ്പോ ഈ ദുനിയാവിലെ വർഷവുമായി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യരുത്. ഈ ദുനിയാവിലെ ഇതിപ്പോ ആകെ 2024 ആയിട്ടേ ഉള്ളൂ അല്ലേ? എത്ര വർഷം? എത്രാമത്തെ വർഷമാണ്? 2024 വർഷമാണ്. എന്നാൽ മഹ്ശറയിലെ നൃത്തം എത്രയാണ്? ഏകദേശം, അതും കൃത്യതയൊന്നുമില്ല, മിഖ്ദാറുഹു ഏകദേശം 50,000 വർഷമാണ്. എവിടെ നിൽക്കേണ്ടത്? മഹ്ശറയിൽ നിൽക്കേണ്ടത്. ആ ഉസ്താദെ കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ നിന്നോളാം, നമ്മൾക്കൂടെ നിൽക്കാൻ കഴിയോ? ഒരു ചാൺ അകലം, ഒരു ചാൺ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു ചാൺ. ഈ ഒരു ചാൺ അകലത്തിൽ തലയ്ക്ക് മീതെ സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. സൂര്യൻ ഇപ്പൊ ഉദിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഉദയസമയമായി വരുന്നതേ ഉള്ളൂ. ഇന്നലെ ഉദിച്ച് ഇന്നലെ രാത്രി അസ്തമിച്ചു പോയ ആ സൂര്യന്റെ ചൂട് ഇപ്പോഴും നമുക്ക് എടുക്കുകയാണ് അല്ലേ? എല്ലാവർക്കും ആവി എടുക്കുന്നില്ലേ? നല്ല ചൂടില്ലേ? ഫാനിടാതെ രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നോ? രാത്രി സൂര്യനില്ല, എന്നാലും പകലുദിച്ച സൂര്യന്റെ ചൂട് കാരണം രാത്രി നമുക്ക് ഫാൻ ഇടാതെ കിടക്കാൻ കഴിയുന്നില്ല. നേരം വെളുത്ത് ഈ സമയമായിട്ട് പോലും ചൂട് വിട്ടു മാറിയിട്ടില്ല അല്ലേ? എന്നാൽ നാളെ മഹ്ശറയിൽ നിൽക്കേണ്ടുന്നത് ആ സൂര്യൻ ഒരു ചാണകലത്തിൽ തലയ്ക്ക് മീതെ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്താണ് ഞാനും നിങ്ങളും മഹ്ശറയിൽ നിൽക്കേണ്ടി വരിക. അല്ലാഹുവേ റബ്ബേ, ആ മഹ്ശറയിലെ നൃത്തത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എന്തൊരു ഭയാനകമാണ്, എന്തൊരു ഭയാനകമാണ്. ദുആരക്കണേ ഉമ്മമാരെ, ദുആ ചെയ്യണേ. ആഖിറത്തിന്റെ കടമ്പകളിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുമ്പോ കൂടുതൽ ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിച്ച് സമയം കളയാതെ ആഖിറത്തിന്റെ കാര്യങ്ങൾ ചോദിക്കണേ. നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങളെ കുറിച്ച് ചോദിക്കണേ. റബ്ബേ, നീ ഞങ്ങളെ ആഖിറത്തിന്റെ കടമ്പകളിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം 50,000 വർഷമാണ് ആ മഹ്ശറയിൽ നമ്മൾ നിൽക്കേണ്ടി വരിക. അതിനിടയിലാണ് വിചാരണ നടക്കുക. ഈ ദുനിയാവിൽ ചെയ്ത നന്മ തിന്മകളെ കുറിച്ചുള്ള ചോദ്യമാണ്. ആ ചോദ്യങ്ങളുടെ വിശദീകരണമാണ്, അതിനുള്ള മറുപടികളാണ്. പിന്നീടാണ് ചീഫ് ജഡ്ജിയായ റബ്ബിന്റെ തീരുമാനം വരുന്നത്. ഫരീഖും ഫിൽ ജന്നാ വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോകൂ, അടുത്ത ഒരു വിഭാഗം നരകത്തിലേക്ക് പോകൂ എന്ന് പടച്ച തമ്പുരാന്റെ ആജ്ഞ വരുന്നത്. അതിനുശേഷമാണ് സ്വർഗത്തിലേക്കെങ്കിൽ സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക് മനുഷ്യനതേ തിരിഞ്ഞു പോകുന്നത്. അപ്പൊ അതുവരെ നമ്മൾ എവിടെ നിൽക്കേണ്ടി വരുന്നു? ഈ മഹ്ശറയിൽ നിൽക്കേണ്ടി വരുന്നു. എന്നാൽ ഖിയാമത്ത് നാളാകുമ്പോ ഈ മഹ്ശറയിലെ ഏകദേശം 50,000 വർഷത്തെ നൃത്തങ്ങളൊന്നും തന്നെ ഇല്ലാതെ, ഒരു ഹിസാബുമില്ലാതെ ഡയറക്റ്റ്
ഖബറിൽ നിന്ന് ഡയറക്റ്റ് പറന്ന് പറവകളെപ്പോലെ സ്വർഗ കവാടത്തിലേക്ക് പോകുന്ന ചില ആളുകളെ കുറിച്ചാണ് പൊന്നാര മുത്ത് നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് പൊന്നാര മുത്ത് നബി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർ പറയുന്നു, ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല. എന്താണ് ഹിസാബ്? ഞങ്ങൾ ഹിസാബ് കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ ഖബറിൽ നിന്ന് ഡയറക്റ്റ് പറന്നു വന്നവരാണ്. വീണ്ടും അതെ ആ സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, ഹൽ റഅയ്തുമുസ് സിറാത്ത, എന്നാൽ നിങ്ങൾ സിറാത്ത് എന്ന് പറയുന്ന പാലം കണ്ടുവോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നത് സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നാണോ നിങ്ങൾ വന്നത്? എന്താ ഈ സിറാത്ത് എന്ന് പറയുന്ന പാലം? സിറാത്ത് എന്ന് പറയുന്ന പാലം അത് ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ മീതെ അല്ലാഹു തആല കെട്ടിയിരിക്കുന്ന ഒരു പാലമാണ്. പുഴയുടെ മുകളിലൂടെ പോയിരിക്കുന്ന പാലം കണ്ടിട്ടില്ലേ? ആറിന്റെ മുകളിലൂടെ പോയിരിക്കുന്ന പാലം കണ്ടിട്ടില്ലേ? അതുപോലത്തെ പാലമാണ്. പക്ഷെ അതുപോലെ വീതിയുള്ള പാലമല്ല. നമ്മുടെ തലയിലെ ഒരു മുടിനാര്, ആ ഒരു മുടിനാരെടുത്തിട്ട് ആ ഒരു മുടി 7 കഷ്ണമായിട്ട് ഇങ്ങനെ നീളത്തിൽ കീറിക്കഴിഞ്ഞാൽ ഒരു മുടി 7ആയി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് പണ്ടുള്ള ഉമ്മമാര് പാടാറില്ലേ? ആ സിറാത്ത് എന്ന് പറയുന്ന പാലം പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ്? നമ്മൾ കറിക്ക് അരിയുന്ന പിച്ചാത്തിയുണ്ടല്ലോ, നമ്മൾ കറിക്കരിയുന്നതായ കത്തിയുണ്ടല്ലോ, ആ കത്തിയുടെ മൂർച്ചയുടെ ഭാഗമുണ്ടല്ലോ, ആ മൂർച്ചയുടെ ഭാഗത്തിനേക്കാൾ ലോലമാണ്, അതിനേക്കാൾ ലോലമാണ്, അതിനെക്കാട്ടിലും വീതി കുറഞ്ഞതാ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ വീതി എന്ന് അഷ്റഫുൽ മുശറഫായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. 1000 വർഷം കയറ്റമാണ്, 1000 വർഷം അതേ മീതെയുള്ള നടത്തമാണ്, 1000 വർഷം ഇറക്കമാണ്. ഈ രൂപത്തിൽ സിറാത്ത് എന്ന പാലത്തിനെ പൊന്നാര മുത്ത് നബി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതേ സ്വർഗത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുന്നു, ഹൽ റഅയ്തുമുസ് സിറാത്ത്, സിറാത്ത് എന്ന് പറയുന്ന പാലം നിങ്ങൾ കണ്ടുവോ? ഈ ആളുകൾ പറയും, ഇല്ല, ഞങ്ങൾ സിറാത്ത് എന്ന് പറയുന്ന പാലവും ഞങ്ങൾ കണ്ടിട്ടില്ല. വീണ്ടും അതേ ഈ മലക്ക് ചോദിക്കുകയാണ്, ഹിസാബ് കണ്ടിട്ടില്ല, സിറാത്ത് കണ്ടിട്ടില്ല, നന്മ തിന്മകൾ തൂക്കുന്ന മീസാന് നിങ്ങൾ കണ്ടിട്ടില്ല, എന്നാൽ ബിമ്മ വജത്തും ഹാദിഹി ദറജാത്ത്, ഈ മഹോന്നതമായ പദവി നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? എന്ത് കാരണത്താലാണ് കിട്ടിയത്? സിറാത്ത് കടക്കാതെ, മീസാൻ കടക്കാതെ, അതേ ഹിസാബ് കാണാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഖബറിൽ നിന്ന് ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് ഈ പാറി പറന്നു വരാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്? സ്വർഗത്തെ കാക്കുന്ന മലക്കങ്ങ് ചോദിച്ചപ്പോ ഈ ആളുകൾ മറുപടി പറയുന്നു, ഫയഖൂലൂന അബദനല്ലാഹ്, ഞങ്ങൾ സൃഷ്ടാവായ റബ്ബിനെ അതേ സിറം ഫീ ദാരി ദുനിയാ, ദുനിയാവിന്റെ ഭവനത്തിൽ വെച്ചുകൊണ്ട് വളരെ രഹസ്യമായി ഞങ്ങൾ ഇബാദത്ത് ചെയ്തു. വഅദ്ഖലനൽ ജന്ന, അല്ലാഹു തആല അതേ ഞങ്ങളെ സിറം ഫിൽ ആഖിറ, വളരെ രഹസ്യമായി ഞങ്ങളെ റബ്ബ് തആല സ്വർഗത്തിലേക്ക് കടത്തിയതാണ്. ദുനിയാവിൽ വെച്ച് ഞങ്ങള് വളരെ രഹസ്യമായി റബ്ബിനെ ഇബാദത്ത് ചെയ്തു. പരിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പിനെ കുറിച്ചാണ് ഈ പറയുന്നത്. വളരെ രഹസ്യമായി, ഒരാളും നോമ്പുണ്ടോ ഇല്ലേ എന്ന് അയാൾക്കും റബ്ബിനും അല്ലേ അറിയുള്ളൂ.
അയാള് ഇടയത്താഴമൊക്കെ കഴിച്ചു, അതിനുശേഷം അയാള് നോമ്പ് മുറിച്ചോ ഇല്ലേ നമുക്കറിയില്ല. ഉനി ഉണ്ടോ ഇല്ല സൂക്ഷ്മ പരിശോധന നടത്താനും ഇസ്ലാം നമ്മളോട് പറയുന്നില്ല. അതുകൊണ്ടാണ് റമദാനിന്റെ പകൽ ഒരാൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. രോഗിയാണ്, എന്നാൽ അയാൾ നോമ്പുകാരനെ പോലെ കഴിയണം എന്ന് വെച്ചാൽ അയാൾ പകൽ പരസ്യമായി തിന്നും കുടിച്ചും ഒന്നും നടക്കാൻ പാടില്ല. ഹൈലുകാരിയായ പെണ്ണ്, ആർത്തവ രക്തമുള്ള പെണ്ണ്, അല്ലേ, നിഫാസുകാരിയായ പെണ്ണ്, അവൾക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. പക്ഷെ എന്ന് വെച്ച് അവൾ പകല് ഭക്ഷണം പരസ്യമായി തിന്നും കുടിച്ചും നടക്കുന്നത് ഹറാമാണ്, പാടില്ലാത്തതാണ്. അവളും ഒരു നോമ്പുകാരിയെ പോലെ കഴിയേണ്ടതാണ്. അവളും കഴിയേണ്ടതാണ്. ഞാനൊരു മെൻസസുകാരിയാണെന്ന് ഒരിക്കലും ഒരു പെണ്ണ് പരസ്യപ്പെടുത്തൂല, ഒരു പെണ്ണും പറഞ്ഞു നടക്കൂല. അതുപോലെ നോമ്പുണ്ടോ എന്ന് ചോദിക്കാനും പാടില്ല. അങ്ങനെയുണ്ട്. റമദാൻ മാസമാകുമ്പോ എല്ലാവരും പരസ്പരം ചോദിക്കും, ഇന്ന് നോമ്പ് തുടങ്ങിയില്ലേ, നോമ്പ് 10ആയി, നിനക്ക് നോമ്പുണ്ടോ ഇന്ന്? ഒരു ചോദ്യം. നിനക്ക് നോമ്പുണ്ടോ? എനിക്ക് നോമ്പാ. എന്തിനാ അങ്ങനെ ചോദിക്കണേ? റമദാൻ മാസം ഒരു മുഅ്മിനായ മനുഷ്യന് നിർബന്ധമായും ചെയ്യേണ്ടത് ഒരു കർമ്മമാണ്, ഇബാദത്താണ്, പരിശുദ്ധമായ നോമ്പ്. അതുണ്ടോ എന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ പരസ്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത് ചോദിക്കാനും പാടില്ല, അതിങ്ങനെ പരസ്യപ്പെടുത്താനും പാടില്ല. നോമ്പ് രഹസ്യമായി ഉടമയുമായി ചെയ്യുന്ന ഒരു കരാറാണ്. ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ചങ്ങാതി എന്ത് ചെയ്യാണ്, നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിലാവും, അല്ലേ? ഒരാൾ ഹജ്ജ് ചെയ്യാൻ ഇഹ്റാമിന്റെ യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് അയാൾ ഇങ്ങനെ പോയി, അപ്പൊ നമുക്ക് മനസ്സിലാവും അയാൾ ഹജ്ജിലാണ്, അയാൾ ഇപ്പോ ഇഹ്റാമിന് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത് കണ്ടില്ലയോ, അയാൾ ഹജ്ജിലാണ് അല്ലെങ്കിൽ ഉംറയിലാണ് എന്ന് മനസ്സിലാവും. ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോ നമുക്ക് മനസ്സിലാവും അയാള് നല്ല സദക്ക കൊടുത്തു, സക്കാത്ത് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. എന്നാൽ നോമ്പുകാരനായ ഒരാൾ, അയാൾ പകൽ അയാൾ നോമ്പുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. റബ്ബും അയാളും തമ്മിലുള്ള ഒരു കണക്ഷനാണ്, വളരെ രഹസ്യമായ ഒരു ബന്ധമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ഡിതന്മാര്, നോമ്പുകാലത്ത് നിങ്ങൾ പകല് തുപ്പി നടക്കാൻ പാടില്ല. ചില ആളുകള് നോമ്പുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി എന്താണ് ഒരു പ്രത്യേകമായ ക്ഷീണം കാണിക്കും, പ്രത്യേകം ഇങ്ങനെ തുപ്പി കാണിക്കും. ചില ആളുകൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ചില ആളുകൾ പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ആളുകൾ ആ നോമ്പിനെ അങ്ങ് പരസ്യപ്പെടും. ഉസ്താദ് ഞാൻ എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കും. നമ്മൾ ഒരു ഇബാദത്തും പരസ്യപ്പെടുത്താൻ പാടില്ല. എത്രത്തോളം പരസ്യപ്പെടുത്തുന്നോ അത്രത്തോളം അതിന്റെ പ്രതിഫലം കുറയും, ഇതൊക്കെ പാടെ ചെയ്ത് എന്ന് പറഞ്ഞ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോ റബ്ബിനോട് നരകത്തിലേക്ക് പോകാൻ റബ്ബ് കൽപ്പിക്കും. പടച്ചവനെ, ഞാൻ നിസ്കരിച്ചല്ലോ, ഞാൻ നോമ്പെടുത്തല്ലോ, എവിടെ, എന്തേ എന്നെ നരകത്തിലേക്ക് വിട്ടു, എന്തേ നീ സ്വർഗത്തിലേക്ക് വിടാത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് അറിയാൻ കഴിയുന്നത് നീ നോമ്പെടുത്തിട്ട് പരസ്യപ്പെടുത്തി 10 ആളുടെ പറഞ്ഞു നടന്നില്ലേ, അതുകൊണ്ട് നിന്റെ നോമ്പിന്റെ പ്രതിഫലം ഒക്കെ പാടെ പോയി. റമദാൻ മാസം പള്ളിയിൽ കഞ്ഞി കൊടുത്തു, നോമ്പുതുറ കൊടുത്തു, 4 ആള് കാണാൻ വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, പ്രതാപത്തിന് വേണ്ടിയിട്ടല്ല നോമ്പുതുറ കൊടുക്കേണ്ടത്. അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. പിന്നെ നീ റബ്ബുമായി നടത്തുന്ന ആ ഒരു രഹസ്യ ഇടപാടാണ്. അതുകൊണ്ട് സൃഷ്ടികളെ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നോമ്പ് പ്രത്യേകിച്ച് റബ്ബുമായി നടത്തുന്ന രഹസ്യമായ ഒരു ഇബാദത്താണ്. ആ രഹസ്യമായ ഇബാദത്ത് ആര് ചെയ്യുന്നുവോ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങൾ മുഴുകുമ്പോ, ഖിയാമത്ത് നാളിൽ പരലോകത്തിലേക്ക് മഹ്ശറയിലേക്ക് ആളുകളെ ഖബറിൽ നിന്ന് പുനർജന്മം കൊടുത്തുകൊണ്ട് അനയിച്ചു കൊണ്ടുപോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖബറിൽ നിന്ന് ഡയറക്റ്റ് സ്വർഗത്തിൽ പോകണമെന്ന് നമുക്ക് ആഗ്രഹമില്ലയോ? ആർക്കാണ് ഹിസാബ് കാണാൻ മോഹമുള്ളത്? ആർക്കാണ് മഹ്ശറ കാണാൻ മോഹമുള്ളത്? ആർക്കാണ് വിചാരണയുടെ കോടതിയിൽ നിൽക്കാൻ
ചെയ്യാൻ ആഗ്രഹമുള്ളത്. അതേ, ഒരു ചെറിയ കാര്യം പോലും വിട്ടുകളയാതെ സർവ്വതും പിടിക്കപ്പെടുന്ന ലോകമല്ലയോ, സർവ്വതും ചെക്ക് ചെയ്യുന്നതായ സ്ഥലമല്ലയോ മഹ്ശറ എന്ന് പറയുന്ന സ്ഥലോ. അല്ലാഹുവേ റബ്ബേ, നീ ഞങ്ങളെയൊന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഒരു കടുകുമണിയോളം ചെയ്ത തിന്മകൾ പോലും നാളെ റബ്ബ് പരസ്യപ്പെടുത്തും. ഒരു കടുകുമണിയോളം വളരെ ലോലമായ വളരെ ചെറുതായ ഒരു തെറ്റ്, ആ തെറ്റുപോലും നാളെ പരസ്യപ്പെടുത്തുമെന്നല്ലേ. അല്ലാഹുവേ റബ്ബേ, ആഖിറത്തിൽ നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ആഖിറത്തിൽ റബ്ബേ, നീ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹദീസ് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? വളരെ രഹസ്യമായി റബ്ബുമായി അടുത്ത് ഇടപെട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ഇബാദത്ത്, പരിശുദ്ധമായ റമളാൻ ശരീഫിലെ നോമ്പ്. ആ നോമ്പിന് റബ്ബ് നൽകുന്ന പ്രതിഫലം എന്താണ്? റബ്ബിനെ തന്നെ പ്രതിഫലമായി നൽകുന്നു. റബ്ബിനെ കാണാനുള്ള അവസരം തരുന്നു. അതോടൊപ്പം തന്നെ ആളുകളൊക്കെ മഹ്ശറിലേക്ക് ഇങ്ങനെ പോയി നിൽക്കുന്നു. എവിടെ അവളെ ഇപ്പൊ കൊണ്ടുവരും, അവനെ ഇപ്പൊ കൊണ്ടുവരും എന്ന് മുന്നേ മഹ്ശറിലേക്ക് പോയ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അവരെ കാണുന്നില്ല. പരസ്പരം ചോദിക്കുന്നു, ഇന്നവളെ കണ്ടോ, ഇന്നവളെ കണ്ടോ? കണ്ടില്ലല്ലോ. എന്റെ തൊട്ടടുത്ത ഖബറിലാണ് അവളെ അടക്കം ചെയ്യപ്പെട്ടത്. പക്ഷേ എന്റെ ഈ പരിസരത്തൊന്നും അവളെ കാണുന്നില്ലല്ലോ. എവിടെ പോയി അവള്? മലായിക്കത്ത് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കൂടെ തൊട്ടടുത്ത ഖബറിൽ കിടന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരി, അവളതാ രഹസ്യമായി വിശുദ്ധ റമളാൻ മാസത്തിലെ നോമ്പെടുത്തത് കാരണത്താൽ അല്ലാഹു തആല വളരെ രഹസ്യമായി തന്നെ അവരെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കടത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. റബ്ബേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഒന്ന് ഉൾപ്പെടുത്തി തരണേ അല്ലാ. ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന് റബ്ബേ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ നീ വിധിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അനുഗ്രഹങ്ങൾ വിധിച്ചിട്ടുണ്ടോ റബ്ബേ, ആ അനുഗ്രഹങ്ങൾ മുഴുവനും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. പൊന്നാര മുത്ത് നബിയെ കൊണ്ട് ആഖിറം രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ നീ ഞങ്ങളെയൊന്ന് ചേർത്ത് തരണേ അല്ലാ.